അയ്യോ, ഇങ്ങനെ വാരി തേച്ച് കളയാനാണോ മോളെ ഇത്രയും ചായ വാങ്ങിച്ചു കൂട്ടുന്നത്? എന്തെങ്കിലും നല്ല പടം വരച്ചൂടെ? കണ്ടില്ലേ, ഒരു കൊന്തയോ ഒരു കുരിശോ ദേ ഇതുപോലെ. ഇപ്പൊ വരയ്ക്കാം. ആ, കൊള്ളാം കൊള്ളാം. അയ്യോ അയ്യോ, എന്താ മോളെ ഇത്? ഇപ്പൊ കണ്ട പട്ടാളത്തിന്ന് ഗ്രാൻഡ്പാ നേരിട്ട് വന്ന പോലെ ഉണ്ട്. റെജിമെന്റ് മുഴുവനും വിറപ്പിക്കുന്ന ഗ്രാൻഡ്പയുടെ പേരെന്തായിരുന്നു ഗ്രാൻഡ്മാ? കേണൽ ഇഗ്നീഷ്യസ് ഡിക്കോത്തോ. യെസ്. എന്താടാ ഞാഞ്ഞൂല്ലേ? പിന്നെന്തിനാ അവിടെ കിടന്ന് കിണിക്കുന്നത്? മിമിക്രി. നിങ്ങൾ ചിരിച്ചത് മിമിക്രിയിൽ നിന്ന് കാണിച്ചു നോക്കിയതാ. എന്തിനാ? കുപ്പി കുപ്പി ആണോ? മേഡ് ഇൻ സ്കോട്ട്ലൻഡ്. ഓക്കേ, കം ഓൺ. നീ അങ്ങോട്ട് നടന്നേ, ഞാൻ ഇതാ വന്നു. ഓക്കേ, സ്പീഡ് അപ്പ് ആൻറ്റി. മോള് സൗകര്യം പോലെ കുടിച്ചാ മതി. ഗ്രാൻഡ്മ ഇപ്പൊ വരാം. നീ നടക്കടാലോലപ്പാ. നീ കുടി നിർത്തിയെന്നില്ലേ പറഞ്ഞത്? സത്യം. ഇന്ന് കുടിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡീസന്റ് ആയിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോകുമായിരുന്നു. അപ്പൊ ആ തേയിലത്തോട്ടത്തിൽ നിന്ന് സൗണ്ട് നോക്കിയപ്പോ എന്തുവാ, കഴുത്തെ മുഴുവൻ സൈക്കിൾ ട്യൂബും ചുറ്റി ഒരുത്തൻ പരമശിവനെ പോലെ നിൽക്കുന്നു. ആര്? നമ്മുടെ മുനിച്ചാമി. മുനിച്ചാമി സൗഖ്യമാ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചോളൂ. അവൻ ആ സൈക്കിൾ ട്യൂബ് അങ്ങോട്ട് തുറന്നിട്ടുണ്ടല്ലോ, ഷർന്നും പറഞ്ഞ് ഒരു വെട്ട് ഗ്ലാസ് നിറച്ച് നല്ല നാടൻ വാറ്റം അങ്ങോട്ട് ഒഴിച്ചു തന്നു. ലോനപ്പൻ്റെ അടുത്ത് അവൻ്റെ കളി. ഞാൻ വെറുതെ വിടുവോ? ഇതേ ഗ്ലാസ് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ചിട്ടില്ലടാ. ഓഫ്, മറന്നുപോയി. അങ്ങനെ അതും കുടിച്ച് കർത്താവ് ശമിച്ചോട് സത്യം ചെയ്ത് തെറ്റിച്ചല്ലോ കർത്താവ് എന്ന് ഓർത്തപ്പോൾ വിഷമം കൊണ്ട് പിന്നെയും കുടിച്ച്. അങ്ങനെ ലോനപ്പൻ ഫുൾ ഫിറ്റ്. ഒന്നിനും സമ്മതിക്കില്ല അവള്. ചെല്ലി ചെല്ലി ചുമ്മാ. Yes, coming, coming. Don't shout, don't shout. എനിക്ക് പേടി, എനിക്ക് ഇപ്പൊ ഇറങ്ങണം. അയ്യോ എന്റെ കർത്താവേ, നീ എന്തിനാണ് ഈ മോളെ അതിന്റെ അകത്ത് കയറി കൂടിയത്? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗ്രാൻഡ്മാ, ഞാൻ ഇപ്പൊ താഴേക്ക് ചാടും. അയ്യോ വേണ്ട മോളെ വേണ്ട, അബദ്ധമൊന്നും കാണിക്കല്ലേ. എനിക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല ഗ്രാൻഡ്മാ, തല ചുറ്റുന്നു. എന്തിനാണ് ഈ താഴോട്ട് നോക്കുന്നത്? മുകളിലോട്ട് നോക്കിയിരിക്കേ. കർത്താവേ, അയ്യോ ക്യാച്ച്, പിടിച്ചോണ്ടിരിക്കേ, പിടിച്ചോ. എന്താ പ്രോബ്ലം? എന്താ എടാ, എന്റെ കൊച്ചിനെ അങ്ങോട്ട് നോക്കടാ. ഇത് രൂപക്കൂട്ടി മാറാതിരിക്കുന്നതാണ് കൊണ്ടല്ലോ. നിനക്ക് ഒന്നുള്ളേ, ഞാൻ അവളെ ഒന്ന് ഭൂമിയിലോട്ട് ഇറക്കടാ. അത്രയല്ലേ ഉള്ളൂ. ഡോണ്ട് വറി, ഓക്കേ? ചെല്ലടാ.
ശരിയൊക്കെ മാറ്റി ഇതാരും ഇവിടെ നീ ഒന്ന് വേഗം ചെല്ലടാ. കൊണ്ടുപോയി ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ ഈശോയെ. എടാ ലോനപ്പാ, നീ ഒന്ന് പെട്ടെന്ന് കേറടാ. ആന്റി ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞില്ല ഞാനല്ലേ ഇവിടെ. മോളെ അവിടെ ഇരുന്നു. ഐ ആം കമ്മിങ്, യു വെയിറ്റിംഗ്. ഇതൊക്കെ വെറും സില്ലി മാറ്റേഴ്സ് അല്ലേ എന്നോടാ കളി. ഏണി മൊത്തം പടിയാ. ഒന്ന് വേഗം ചെല്ലടാ. എന്റെ ആന്റി പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ ഉണ്ടെന്ന്. അയനോട്ട് പ്രോബ്ലം. എനിക്ക് പ്രശ്നമില്ലെന്ന്. മനുഷ്യനായ പേടി പാടില്ല, അറിയാമോ? അയ്യോ എന്റെ ഈശോയെ. ഞാനും കൂട്ടി കേറി വന്നിട്ടുണ്ടല്ലോ. മോളെ സൂക്ഷിച്ച് പിടിച്ചിരിക്കെ. ഞാൻ ഇപ്പൊ ആന്റിയെ വിളിക്കാം. ആന്റി അതോ ഫയർഫോഴ്സിലേക്ക് വിളിക്കാൻ? എന്താ 101 വിളിച്ച് അവരെ ഇങ്ങോട്ട് വരുത്താൻ. അല്ലാതെ ആദ്യത്തെ വന്നാൽ ഇതുപോലെ തൂങ്ങിക്കിടക്കാനാ പഠിച്ചു. ഇവിടെ എന്നെ കൊണ്ട് പോകത്തുള്ളൂ തോന്നുന്നു. എന്റെ കർത്താവ്, ആ സ്കോച്ചിന്റെ പകുതി അവിടെ ഇരിക്കുക. അത് ആ തള്ള ഒറ്റക്കടിച്ച് തീർക്കും. എന്റെ ദൈവമേ. ഹലോ ഫയർഫോഴ്സ്. സാറന്മാരെ വലിച്ചു പിടിക്കാം. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല ആൽവി, ഒന്ന് കണ്ണ് തെറ്റിയതേ ഉള്ളൂ. അതിനിടയ്ക്ക് അവള് മുകളിലോട്ട് കയറി. ഇനി ലോനപ്പനെ ഇറക്കണ്ടേ? എവിടെ? ദാ അവിടെ. ഉറങ്ങുന്നവരെ ശല്യം ചെയ്യല്ലേ പ്ലീസ്. നിന്നോടല്ലേ പ്ലീസ്. ചുമ്മാ ഇരിക്കാൻ. പിടിക്കല്ലേ? സംഭവിച്ചു പോയി എന്ന ഒഴിവൊഴിവ് കേൾക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൾ ആശുപത്രിയിൽ തന്നെ താമസിപ്പിക്കാൻ ഡോക്ടേഴ്സ് പറയാഞ്ഞിട്ടല്ല. വീടിന്റെ അന്തരീക്ഷമാകുമ്പോ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ. അയൽക്കാരുമായിട്ട് വഴക്ക് കൂടി ഇനി അസുഖം കൂട്ടണ്ടെന്ന് കരുതിയിട്ടാ ഇങ്ങനൊരു വീടെടുത്ത് ഇവിടേക്ക് താമസം മാറ്റിയത്. ഇതിപ്പോ അതിലും വലിയ കുരിശായോ? ഇത്രയൊക്കെ കുഴപ്പമുണ്ടാവുന്ന ഞാനും ചിന്തിച്ചില്ല. എങ്ങനെ ചിന്തിക്കാനാ? ഇവിടെ അടിച്ച് പൂസായിരുന്നില്ലേ? ആൽബി, ഗ്രാൻഡ്മയ്ക്ക് നാണാവൂലേ ആ ലോനപ്പന്റെ കൂടെ കള്ളു കുടിക്കാൻ? എന്നും വൈകിട്ട് 2 എന്നുള്ള കണക്കായിരുന്നല്ലോ. ഇനി മുതൽ വേണമെങ്കിൽ രാവിലെ തൊട്ടൊക്കെ തുടങ്ങിക്കോ. അവളെ ഏതെങ്കിലും ആശുപത്രിയിലും നിങ്ങളെ വല്ല വൃദ്ധസദനത്തിലും ആക്കി ആ വർഷാപ്പും പൂട്ടി ഞാൻ എവിടേക്കെങ്കിലും പോയേക്കാം. എല്ലാ കാലത്തും ഇങ്ങനെ 2 എണ്ണത്തിന് മേച്ചോണ്ട് ഇടയനെ പോലെ നടന്നോളാന്ന് ഞാനൊരു പള്ളിയിൽ നേർച്ചൊന്നും നടന്നിട്ടില്ല. ഹോ, വർഷം 5 ഞാനിങ്ങനെ ആശുപത്രി, വീട്, വർഷാപ്പ് എന്ന് പറഞ്ഞ് ഷട്ടിലടിക്കാൻ തുടങ്ങിയിട്ട്. ദേ ഇത്തിരി മനസമാധാനം കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗ്രാൻഡ്മയുടെ അശ്രദ്ധ കൊണ്ടത് ഇല്ലാണ്ടാക്കരുത്. ഡാർലിംഗ്, പൂതി ഉണ്ടെങ്കിൽ എന്തിനാ ബ്രിഡ്ജ് കൊച്ചെ കൺട്രോള് എടുത്തങ്ങ് കഴിച്ചേക്കെന്ന് നിങ്ങൾ പറയാറുള്ളതല്ലേ? എന്നിട്ടിപ്പോ കൊച്ചുമോന്റെ വായിരിക്കുന്ന ചീത്ത മുഴുവൻ എന്നെ കൊണ്ട് കേൾപ്പിച്ചില്ലേ? സമാധാനമായല്ലോ. ദേ ഇനി ഗ്രാൻഡ്പയോട് സങ്കടം ബോധിപ്പിക്കാൻ തുടങ്ങണ്ട. പരലോകത്തെങ്കിലും ആ മനുഷ്യത്തിന് സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ.